ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം പാദത്തിൽ ഒരു അത്ഭുതവും അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ ഏറ്റവും ദയനീയമായ തോൽവി എന്ന് പറയുന്നത് നമ്മൾ ഫുട്ബോൾ സ്നേഹികൾ ഏറ്റവും സങ്കടത്തോടു കൂടി ഓർക്കുന്ന ഒന്നായിട്ട് റിയൽ മാഡ്രിഡിൻ്റെ ഈ പുറത്തേക്ക് പോക്ക് നിൽക്കുകയാണ്. അത് ഒരേ അവസരത്തിൽ ഇപ്പം നമ്മളിപ്പോൾ വേൾഡ് മീഡിയയിലൊക്കെ ഉള്ളതിൻ്റെ എഴുത്തുകളും അതിനിടയിൽ വരുന്ന കമൻറ്റുകളും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ മുഴുവൻ വളരെയധികം എന്താ പറയുക പ്രകോപനത്തിൽ ആയിട്ടുമുണ്ട്. കാരണം വെച്ചാൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ബാർസക്കെതിരെയൊക്കെയാണ് അവരുടെ അധികം പ്രതികരണങ്ങളൊക്കെ വന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പിന്നെ ഈ അതിലൊരു ഇപ്പം ബാർസലോണയാണെങ്കിലും റിയൽ മാഡ്രിഡ് ആണെങ്കിലും നമ്മളിവിടെ അർജന്റീന ബ്രസീൽ എന്നൊക്കെ പറയുന്ന പോലെ ലോകവ്യാപകമായിട്ട് ഈ ആരാധകർ തമ്മിലുള്ള ഒരു കുടിപ്പക പ്രത്യേകിച്ചും വെളിപ്പെട്ടു വന്ന ഒരു സമയമാണിത്. എന്താ അത് അതിന്റെ കാര്യം? അല്ല, അത് ചരിത്രപരമായിട്ട് ഒരു 10-60 കൊല്ലത്തിൽ അധികമായി. ആ ഒരു റൈവൽറി ഫ്രാങ്കോന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഈ സാന്റിയാഗോ ബെർണബൗ ഈ സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ പേരിലാണ്. റിയാലിന് വേണ്ടി കളിച്ച കളിക്കാരനായിരുന്നു, പിന്നെ നീണ്ടകാലം ക്ലബ് പ്രസിഡന്റുമായിരുന്നു. ഈ സാന്റിയാഗോ ബെർണബൗ ജേർണലിസമോ ഫ്രാങ്കോന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ഒരു സോൾജർ, ആ സ്പാനിഷ് സിവിൽ വാറിന്റെ ഒരു സോൾജർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചരിത്രം എപ്പോഴും ഉണ്ട്. കുറെ കാലം ഫ്രാങ്കോ ജീവിച്ചിരിക്കുമ്പോൾ ഫ്രാങ്കോന്റെ ക്ലബായിട്ടാണ് റിയൽ മാഡ്രിഡിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ശരിയല്ല. ഫ്രാങ്കോന് ഫുട്ബോളിൽ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ 5 തവണ അടുപ്പിച്ച് യൂറോപ്യൻ കപ്പ് നേടിയ റിയൽ മാഡ്രിഡ് നിങ്ങൾക്ക് നല്ല അംബാസിഡേഴ്സ് ആണ് സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്. അപ്പൊ തന്നെ അത് ഫ്രാങ്കോന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലബായിട്ട് മാറി. അപ്പൊ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാഴ്സലോണ മുമ്പ് തന്നെ ഇത് കാറ്റലൂണിയുടെ ക്ലബാണെന്ന് പറഞ്ഞിട്ടാണ് അത് സ്ഥിരീകരിച്ചത് തന്നെ. പിന്നെ ബാക്കി വലിയ ക്ലബുകൾ ആ കാലത്ത് ബാസ്ക് റീജിയനിലത്തെ അത്ലറ്റിക് ബിൽബാ, റിയൽ സോസിഡാഡ്, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഇത് മുഴുവൻ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ബേസിസിലുള്ള ഒരു റൈവൽറിയാണ്. ഈ കളിയിലേക്ക് വരികയാണെങ്കിൽ 5-1 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിനാണ് ആർസനൽ കയറുന്നത്. അതിനകത്ത് നമുക്ക് ഇപ്പം റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശം ടീമല്ല. പക്ഷെ അവരുടെ അറ്റാക്കിംഗ് ഒരു ഇന്നബിലിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് തുറന്നു കാട്ടപ്പെട്ട കളി കൂടിയാണ് ഇന്നലത്തെ. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ടീമിനെയും ഇന്നലത്തെ കളി കൂടി എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് റിയൽ മാഡ്രിഡിന്റെ റിയൽ പ്രോബ്ലം? റിയൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുട്ബോൾ കോച്ചസിന്റെ കളിയാണ് ശരിക്കും. ഇപ്പൊ കാർലോ ആൻസലോട്ടി വേറെ ഏത് കോച്ചിന്റെ ഒന്നും അധികം 5 തവണ ട്രോഫി നേടിയിട്ടുള്ള കോച്ചാണ്. മാഡ്രിഡിന്റെ കൂടെ തന്നെ 3 തവണ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ആൻസലോട്ടിയുടെ ഏറ്റവും നല്ല ടീമുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അത് റിയൽ മാഡ്രിഡിന്റെ കൂടെ ആയാലും മുമ്പ് AC മിലാന്റെ കൂടെ ആയാലും അതില് ഒരു ഉഗ്രം മിഡ്ഫീൽഡ് ഉണ്ടാവും, കളി കൺട്രോൾ ചെയ്യാൻ പറ്റും. മിഡ്ഫീൽഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് ബോൾ വെച്ചിട്ട് മാത്രമല്ല, മറ്റേ ടീമിന്റെ അടുത്ത് ബോൾ ഉള്ളപ്പോഴും ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവരുടെ നീക്കങ്ങൾ എങ്ങനെ തടുക്കണം, അവർ മുന്നേറാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ഈ കളിക്കാരെ അധികം കോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും നല്ല കളിക്കാരാണ്. ഇപ്പൊ മിലാനാകുമ്പോ ആൻഡ്രിയ പിർലോ, ബ്രസീലിന്റെ കാക്ക, ഇറ്റലിയുടെ തന്നെ ജെനാറോ ഗറ്റൂസി, ഇവരൊക്കെ അവർക്ക് അവരുടെ പൊസിഷൻ അത്രയും നന്നായിട്ട് അറിയാം. അതേപോലെ 3 തവണ മാഡ്രിഡിന്റെ കൂടെ ജയിക്കുമ്പോൾ ടോണി ക്രൂസ്, ഇപ്പൊ കുറച്ച് പ്രായമായ ലൂക്ക മോഡ്രിച്ച്, ഇവർക്കൊക്കെ ആരും കളി പഠിപ്പിച്ചു കൊടുക്കണ്ട. അവർക്ക് കൃത്യമായിട്ട് ഏത് പൊസിഷനിൽ വരണം, ആർക്ക് പാസ് കൊടുക്കണം, ഇതൊക്കെ അവർക്ക് അറിയാം. ഈ ടീമിൽ അങ്ങനെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കളിക്കാരനില്ല. ജൂഡ് ബെല്ലിംഗം ശരിക്കും ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ആരാധിച്ചിരുന്നത് സ്റ്റീവൻ ജെറാർഡാണ്. അതുപോലത്തെ ഒരു കളിക്കാരനാണ്. ഒരു പ്ലേ മേക്കർ അല്ല ശരിക്കും. അതേപോലെ വാൽവേർഡേയും അങ്ങനത്തെ ഒരു ബോക്സ് ടു ബോക്സ് കളിക്കാരനാണ്. ഈ ടീമിൽ ശരിക്കും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കളിക്കാർ. പണ്ടത്തെ ഏത് മാഡ്രിഡ് ടീം എടുത്താലും 80കളിൽ ബേൺ ഷുസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നീട് റൗൾ ഗോൾ അടിക്കുകയും ചെയ്യും, സൃഷ്ടിക്കുകയും ചെയ്യും. പിന്നത്തെ ടീമുകളിൽ ഇപ്പൊ ഗാരത്ത് ബേൽ ആയാലും റൊണാൾഡോ ആയാലും ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന കളിക്കാരായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ കളിയില് എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് പാസ് കൊടുക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി. പിന്നെ ഈ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു സെന്റർ ഫോർവേഡ് ഇല്ല
ശരിക്കും ഒരു നമ്പർ 9 ഇല്ല. അതില്ലാതെയും ജയിക്കാം, പല ടീമുകളും ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും നല്ല ലിവർപൂൾ ടീം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള അതിൽ നമ്പർ 9 ഫെർമിനോ ആയിരുന്നു. ഫെർമിനോ ഒരു സീസണിൽ 25 ഗോളൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ഒരു സെന്റർ ഫോർവേഡ് അല്ല. എന്നിട്ടും കൂടി അവർ ജയിച്ചു. എന്തുകൊണ്ടാ? മിഡ്ഫീൽഡ് കൺട്രോൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇല്ല, മിഡ്ഫീൽഡ് കൺട്രോളും ഇല്ല, നമ്പർ 9ഉം ഇല്ലാതെ ഒരു ഫുട്ബോൾ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സീരീസിൽ പിന്നെ നമ്മൾ ഏറ്റവും നല്ല ഗോൾ എന്നൊക്കെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് ബുക്കായോ സാക്കയുടെ ഗോൾ, അതായത് 65-ാം മിനിറ്റിലെ ഗോൾ. അതിനെപ്പറ്റി ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. ദിലീപിന്റെ ഒരു ഫുട്ബോൾ വ്യൂയിങ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്രമാത്രം മഹത്തരമാണ് ആ ഗോൾ? അല്ല, സാക്ക ശരിക്കും എന്നോട് ഇന്ന് രാവിലെ ആരോ പറഞ്ഞു, ശരിക്കും മെഡ്രിഡിന് കളിക്കേണ്ട ഒരു കളിക്കാരനാണ്, അത്രയും കഴിവുള്ള കളിക്കാരനാണ്. സാക്ക ഫുള്ളി ഫിറ്റായി കളിക്കുന്ന സമയത്ത് തടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ എന്താ പറയുക, ഈ ബ്രസീലിയൻ കളിക്കാരുടെയൊക്കെ ഒരു മാജിക് ഉണ്ട്. ശരിക്കും ഡ്രിബിൾ ചെയ്യാൻ പറ്റും, നല്ല സ്പീഡ് ഉണ്ട്, ബോൾ കൺട്രോൾ ഉണ്ട്, പാസ് കൊടുക്കും, ഷൂട്ട് ചെയ്യാൻ അറിയാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്. പിന്നെ അത് നല്ലൊരു ടീം മൂവ് തന്നെയായിരുന്നു. അതാണ് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. മെറീനോന്റെ പാസും ആ സാക്കയുടെ ഫിനിഷും വളരെ നന്നായിട്ട് ഫിനിഷ് ചെയ്തു. അത്രയും നല്ലൊരു ഗോൾ കീപ്പറുടെ എതിരെ അത് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ എളുപ്പ കാര്യമല്ല. അത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽ വന്നത് അതുകൊണ്ടാണ്. ഈ ആൻസലോട്ടിയുടെ കരിയർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു, പക്ഷെ രസകരമായ ഒരു എൻഡാണ് അതിന് വരാൻ പോകുന്നത്. കാരണം എന്തായാലും റിയൽ മാഡ്രിഡിൽ നിന്ന് ആൻസലോട്ടി പുറത്തു പോകും, പക്ഷെ അതിനേക്കാളും മികച്ച ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണോന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, ബ്രസീലിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അത് തന്നെ ആയിരിക്കും നടക്കുക. എന്താ വെച്ചാൽ ഇപ്പൊ ഈ ടീമിനെ, ഇപ്പോഴത്തെ ഈ റിയൽ മാഡ്രിഡ് ടീമിനെ പുതുക്കി പണിയണം ശരിക്കും. ഈ അടുത്ത സമ്മറിൽ കുറെ കളിക്കാര് പോവും, അതിന്റെ കൂടെ പുതിയ കളിക്കാർ വരും ചെയ്യും. അപ്പൊ അത് ആദ്യം അങ്ങനത്തെ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ഒരു 66 വയസ്സുകാരന് പറ്റുമോന്ന് ആൾക്കാർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അവർ പരസ്പരം പിരിയാൻ തീരുമാനിക്കുകയായിരിക്കും, ക്ലബും കോച്ചും. നേരത്തെ പറഞ്ഞ പോലെ ആൻസലോട്ടിക്ക് നല്ല കളിക്കാരെ അധികം കോച്ച് ചെയ്യാതെ ഒരു ശരിക്കും ഒരു മാനേജറായിട്ട് പണിയെടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ടീമിൽ കുറെ പേർക്ക് നല്ലോണം കോച്ചിങ് ആവശ്യമുണ്ട്. അവർക്ക് ആ പൊസിഷൻ ശരിക്കും അറിയില്ല. ഇപ്പൊ കുറെ പൈസ ചെലവാക്കിയിട്ട് ചുവമനി, കാമവിംഗ ഇവരൊക്കെ ഫ്രാൻസിൽ നിന്ന് വന്ന അവർ ശരിക്കും സെറ്റിൽ ചെയ്തിട്ടില്ല അവിടെ മെഡ്രിഡിൽ. അവര് അടുത്ത ക്രൂസ് അല്ലെങ്കിൽ അടുത്ത മോഡ്രിച്ച് ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു ലെവലിലൊന്നും അടുത്തും കൂടി എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കളിക്കാർക്ക് കുറെ കൂടി കോച്ചിങ്, അതിന് ചിലപ്പോ കുറച്ചും കൂടി ചെറുപ്പമായിട്ടുള്ള ഒരു കോച്ചായിരിക്കും ശരിയാവുക. മറ്റേ വേറൊരു കളി എടുത്തു നോക്കിയാലോ, നമ്മള് ബൊറൂഷ്യ ഡോട്ട്മുണ്ട് ബാഴ്സലോണ കളി, അതിനകത്ത് ശരിക്കും ഒരു തിരിച്ചുവരവ് ഡോട്ട്മുണ്ട് നടത്തുന്നുണ്ട്. അതും നല്ല വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. അതിൽ ബാഴ്സലോണ ശരിക്കും പതറിപ്പോയി തന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പം അതിന്റെ മിഡ്ഫീൽഡ് സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഹൈലി ഒഫെൻസീവായ ടീമാണെന്നും അവരുടെ ഡിഫെൻസീവ് മെക്കാനിസം 4-0 പ്രശ്നം അതാണ്. അത് കളി ജയിച്ചു എന്നുള്ള പോലെ തന്നെയാണ് കളിക്കാർ കളിക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു എന്താ പറയാ, നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ കളിച്ചു തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് ടോപ്പ് ഗിയറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. പിന്നെ ഡോട്ട്മണ്ട് എത്രയായാലും ജർമ്മനിയിലെ ഒരു വലിയ ക്ലബ്ബ് തന്നെയാണ്. ബയൺ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ക്ലബ്ബ് അവരാണ്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈഡ് ഉണ്ട്. അവരുടെ ഫാൻസിന്റെ മുമ്പിൽ കളിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇത്രയും ദയനീയമായിട്ട് തോറ്റിട്ട് അവരുടെ ഫാൻസിന് കാണിച്ചു കൊടുക്കണം ഞങ്ങൾ അത്ര മോശം ടീമല്ല എന്ന് അവർക്കൊരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ബാഴ്സലോണയുടെ ഇന്റൻസിറ്റി നല്ലോണം താണു, ഞങ്ങൾ ജയിച്ചു എന്നുള്ള പോലെയായി. മറ്റവർക്ക് ഒരു എക്സ്ട്രാ ഒരു വാശിയോട് കൂടി കളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു നല്ലൊരു മാച്ചായി മാറിയത്. അത് ശരി, അതിനകത്ത് ഒരു വലിയ താരോദയം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അധികം സംസാരിച്ചിട്ടില്ലാത്ത ഗറാസി ഹാട്രിക്കും അദ്ദേഹത്തിന്റെ ഒരു ആദ്യം തന്നെയുള്ള പെനാൽറ്റി, അങ്ങനെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ എങ്ങനെ ഗറാസിയുടെ ഒരു കരിയർ പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ലീഗിൽ 13 ഗോൾ നേടിയിട്ടുണ്ട്. കരിയർ എന്ന് പറഞ്ഞാൽ 29 വയസ്സായ ഒരു കളിക്കാരന് ഇനി അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ പല ടീമുകളും നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ റിയൽ മാഡ്രിഡിന്റെ തോൽവി കഴിഞ്ഞിട്ട് കോട്ടു അവരുടെ ഗോൾ കീപ്പർ പറഞ്ഞു, കഴിഞ്ഞ സീസൺ ഞങ്ങൾ ബോക്സിലേക്ക് ക്രോസ് ഇടുമ്പോൾ ഹൊസേലും ഉണ്ടായിരുന്നു ഹെഡിയർ. ഹൊസേലി എന്ന് പറഞ്ഞ ഒരു
ആരും കേൾക്കാത്തൊരു കളിക്കാരനാണ്. കേൾക്കാത്തെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സിറ്റി, ന്യൂകാസിൽ അങ്ങനത്തെ ടീമുകൾക്കൊക്കെ വേണ്ടി, അല്ലാതെ വലിയ പേരുകേട്ട ക്ലബുകൾക്ക് വേണ്ടി കളിച്ചൊരു കളിക്കാരനൊന്നുമല്ല. അവസാനം 34-ാം വയസ്സിൽ റയൽ മെഡ്രിഡിൽ വന്നിട്ട് ഒരു നല്ല സീസൺ കളിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അത്രയും ഗതികേടാണ് ഇപ്പൊ അവിടെ ഒരു സെന്റർ ഫോർവേഡ് ഇല്ലാതെ. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന് ഒരു എന്താ പറയുക, ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ അടുത്ത സീസൺ വല്ലവരും നോക്കുമായിരിക്കും. പക്ഷെ അല്ലാതെ ഒരു 29 വയസ്സുകാരനെ ആരും ഒരു ലോങ് ടേം ഇതായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ലെവൻഡോവ്സ്കിയെ പോലെ 36-ാം വയസ്സിലും 40 ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരനായിരിക്കണം. ഈ മറ്റൊരു ജർമ്മൻ ടീം ബയൺ മ്യൂണിക്കും വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിലാണല്ലോ പുറത്താവുന്നത്. അതെ, അതില് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ കളിയുടെ ഒരു പൊതു മികവൊന്നും തന്നെ ഇതിനകത്ത് കാണാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ സീസൺ അത്രേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ബയണിന്റെ അടുത്ത് നിന്ന്. എന്താ വെച്ചാൽ പുതിയ കോച്ച് എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ കോച്ച് ചെയ്തിട്ടില്ല. വിൻസെന്റ് കമ്പനി ഗാർഡിയോളയുടെ ആദ്യത്തെ മാഞ്ചസ്റ്റർ സിറ്റി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ പേരെടുത്ത കളിക്കാരൻ പിന്നീട് ആൻഡ്ലെക്റ്റ് പോയി ബെൽജിയമിൽ 2 സീസൺ കോച്ച് ചെയ്തു. അവിടുന്ന് ബേൺലിയിൽ വന്നു. ബേൺലിയും വലിയ ടീമൊന്നുമല്ല. അപ്പൊ ബയൺ മ്യൂണിക് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ബേൺലിയിൽ നിന്ന് ബയൺ മ്യൂണിക്കിലേക്ക് പോവുക. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടുത്തെ ബയൺ മ്യൂണിക്കിലത്തെ മാനേജ്മെന്റ് ആയാലും അവരുടെ പ്രതീക്ഷ ഈ സീസൺ ലീഗ് തിരിച്ചു നേടുക. അത് മിക്കവാറും അവർ ജയിക്കും. 5 പോയിന്റ് മുമ്പിലാണ് ബയർ ലെവർക്യൂസന്റെ. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ സെമി വരെ എത്തുക എന്നായിരുന്നു പ്രതീക്ഷ. അവരുടെ ഈ പിന്നെ സ്ക്വാഡ് ഡെപ്ത് ഇല്ലായ്മയ്ക്ക് കാരണം കോച്ചാണെന്നുള്ള രീതിയിൽ ക്രിറ്റിസം വന്നിട്ടുണ്ട്. അതെ, അതിപ്പോ ഒരു പുതിയ ലീഗിലേക്ക് മാറുമ്പോ പലപ്പോഴും നമുക്ക് എല്ലാ കളിക്കാരെയും അറിയില്ല. കമ്പനി അതിനു മുമ്പ് ജർമ്മനിയിൽ കളിച്ചിട്ടുണ്ട്, കളിക്കാരനായി ഹാംബർഗിന് അതൊന്നും കളിച്ച്, പക്ഷെ കോച്ച് ചെയ്തിട്ടില്ല അവിടെ. അപ്പൊ ഇപ്പോഴത്തെ ഏത് കളിക്കാരെ സൈൻ ചെയ്യണ്ട, ഇപ്പൊ ഒരു സീസൺ കഴിയുമ്പോ മനസ്സിലാവും ഇപ്പൊ ബാക്കി ക്ലബിൽ ഏതൊക്കെയാ നല്ല കളിക്കാർ, ആരൊക്കെയാ ഞാൻ നോക്കണ്ട്. പിന്നെ ഇതില് പലരുടെ ഇപ്പൊ തോമസ് മുള്ളറെ ഒരു വിടാൻ പോവാണ്, കോൺട്രാക്ട് പുതുക്കണില്ല. വേറെ പലരും ഇപ്പൊ ഗൊററ്റ്സ്ക, ജോഷുവ കിംച്ചിന്റെ ഇപ്പൊ റിന്യൂ ചെയ്തു തോന്നുന്നു. പലരുടെയും കോൺട്രാക്ട് ഇപ്പോഴും ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പൊ അതൊക്കെ ഈ സീസൺ കഴിയുമ്പോഴേ അവര് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുള്ളൂ. പക്ഷെ ഈ സീസൺ തുടങ്ങുമ്പോ ബയണിന്റെ മാനേജ്മെന്റിനോട് നിങ്ങൾ ലീഗ് ജയിക്കും, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ എത്തുന്ന പറഞ്ഞാൽ അവര് പറയായിരുന്നു ശരി, ഓക്കെ, കുഴപ്പമില്ല. ഇന്നലത്തെ കളി പിന്നെ 2-2 ഡ്രോ എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? ഇന്റർ ആരും സംസാരിക്കാത്തൊരു ടീമാണ് ഇന്റർ മിലാൻ. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇറ്റാലിയൻ ഫുട്ബോൾ പൊതുവെ ആർക്കും ആ ഒരു വിലയില്ല. ആ നാഷണൽ ടീമും വലിയ ദുരന്തം കഴിഞ്ഞ് 2 ലോകകപ്പ് മിസ് ചെയ്തതിന് ശേഷം ആരും അവരെ പറ്റി സംസാരിക്കുന്നില്ല. പക്ഷെ ഇറ്റലിയിലത്തെ ഒരു കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഏറ്റവും നല്ല ടീമാണ് ഇന്റർ. ഏറ്റവും നല്ല കോച്ചുള്ള ടീമാണ് സിമോനെ ഇൻസാഗി. അവർക്ക് പിന്നെ നമ്മൾ നേരത്തെ ബാഴ്സലോണയെ പറ്റി പറഞ്ഞ പോലെ ഒരു എലീറ്റ് നമ്പർ 9 ഉണ്ട്, ലൗട്ടാരോ മാർട്ടിനസ്. അങ്ങനത്തെ ഒരു കളിക്കാരനുള്ളപ്പോൾ ഏത് കളിയും ഇപ്പൊ നമുക്ക് 40% പൊസിഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി 2 ചാൻസ് മതി കളി ജയിക്കാൻ മാർട്ടിനസിന്. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനുള്ളപ്പോ എപ്പോഴും ഒരു സാധ്യതയുള്ള ടീം. പിന്നെ ഇറ്റാലിയൻ ടീം ആയതുകൊണ്ട് അതേപോലെ വളരെ ഡിസിപ്ലിൻഡ് ആണ്, നന്നായി ഡിഫെൻഡ് ചെയ്യും. പക്ഷെ അതിന് ഡിഫെൻസീവ് ആയിട്ടുള്ള മാത്രം ടീമും അല്ല, നല്ലോണം ക്രിയേറ്റീവ് ആയിട്ടുള്ള കളിക്കാരുണ്ട്, വിങ് ബാക്സ് ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ ചാൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ ആദ്യപാദം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചപ്പം ദിലീപ് ഏറ്റവും പ്രതീക്ഷയോട് സംസാരിച്ചിട്ടുള്ളത് PSG ആണ്. അതെ, പക്ഷെ PSG-യുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് അത്ര നല്ലല്ല. ആസ്റ്റൺ വില്ലയോട് ഒരു പകുതി വളരെ നന്നായി. അന്നത്തെ ദിലീപിന്റെ പ്രവചനത്തിൽ തന്നെ നിൽക്കുന്നുണ്ടോ? അതെ, അത് ഒരു മാറ്റവും ഇല്ല. എന്താ വെച്ചാൽ ഇതിപ്പോ 5-1 ആയിക്കഴിഞ്ഞാല് മനുഷ്യനല്ല നമ്മൾ വിചാരിക്കുക ഇനി ഏതായാലും ജയിച്ചു, ഇനിയിപ്പോ ഞാനിങ്ങനെ പാഞ്ഞു ഓടേണ്ട ആവശ്യമില്ല, കുറച്ച് പതുക്കെയൊക്കെ ജോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ കളിക്കാര്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആസ്റ്റൺ വില്ലയുടെ കളിക്കാർക്ക് പിന്നെ ഒരിക്കലും ഈ ഒരു സ്റ്റേജ് എത്തിന്ന് വരില്ല. അതിൽ പല കളിക്കാരും ഇനി ഒരിക്കലും ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ കളിക്കില്ല. അപ്പൊ അവർക്ക് ആ ഒരു സ്റ്റേജ് കിട്ടുമ്പോ അവർക്ക് എനിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്ന
അവർക്കും ആ ഒരു വാശി ഉണ്ടായിരുന്നു. ഇപ്പൊ ജോൺ മെഗിനൊക്കെ ഉഗ്രനായി കളിച്ചു, സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന കളിക്കാരന്. ഇപ്പൊ സ്കോട്ടിഷ് ഫുട്ബോളിന് ഒരു വിലയില്ല. ഉഗ്രൻ ഗോൾ അടിച്ചു മെഗിൻ, വേറെ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തട്ടിയ കളിക്കാരൻ ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ശരിക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചയായിട്ട്. അപ്പൊ അങ്ങനെ പല കളിക്കാർക്കും അതൊരു ചാൻസ് ആയിരുന്നു. ഏറ്റവും വലിയ ടൂർണമെന്റിൽ എനിക്ക് എന്ത് കാണിക്കാൻ പറ്റുന്ന ലോകത്തെ കാണിച്ചു കൊടുക്കാൻ. സെമിയില് ആർസണലായിട്ടാണല്ലോ കളിക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും? അത് ആർസണൽ നല്ല ഫോമിൽ നിൽക്കുകയാണ്. അതെ, രണ്ട് ടീമിനും ഇപ്പൊ ഇതിൽ ശ്രദ്ധ വെക്കാൻ പറ്റും. എന്താ വെച്ചാൽ ആർസണൽ ഏതായാലും ഇംഗ്ലീഷ് ടൈറ്റിലിന് നേടാൻ ഒരു സാധ്യതയില്ല. അത് ലിവർപൂൾ ജയിക്കുന്ന ഉറപ്പാണ്. അപ്പൊ മറ്റവിടെ PSG ചാമ്പ്യന്മാരായി കഴിഞ്ഞു. അപ്പൊ രണ്ടുപേരുടെയും ശ്രദ്ധ ഈ മാച്ചിൽ മാത്രമായിരിക്കും. അപ്പൊ അത് കാരണം തന്നെ അത് ശരിക്കും തീവ്രമായൊരു പോരാട്ടം തന്നെ ആയിരിക്കും. രണ്ടും നല്ല ടീമാണ്, നല്ല ഓർഗനൈസേഷനാണ്, നല്ല കോച്ചസ് ആണ്. പക്ഷെ ആർസണലിന് കുറെ പരിക്കുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ചില, പ്രത്യേകിച്ച് സെൻട്രൽ ഡിഫൻസിൽ ഗാബ്രിയൽ ഇല്ല, റൈറ്റ് ബാക്ക് ഒരു പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ഈ പൊസിഷൻസിലൊക്കെയാണ് PSG നോക്കാൻ പോകുന്നത്. പിന്നെ അവരുടെ ആ ഒരു അറ്റാക്കിങ്, ആ ഒരു 3 കളിക്കാരെ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ് PSG-ക്കുള്ള. ഈ ഗോൾ കീപ്പർ എഫക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ ഡonnarumma അതെങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക? അതൊരു ആഡഡ് ഇതല്ലേ PSG-യുടെ? അത് പക്ഷെ ഡേവിഡ് റയൻ നല്ല കീപ്പറാണ്. പക്ഷെ ഡonnarumma ഒരു മിനിഞ്ഞാന്ന് തന്നെ 4 സേവ്, ഭയങ്കര സേവ്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് റാഷ്ഫോർഡിന്റെ ഒരു ഷോട്ടായിരുന്നു. അത് ഫുൾ ലെങ്ത് ഡൈവ് ചെയ്ത് തട്ടിക്കളഞ്ഞ്. അത് അത്രയും റീച്ചും കൂടി ഉള്ളതുകൊണ്ട് ഒരു എന്താ ഒരു ഓക്ടോപ്പസിന്റെ ഒക്കെ പോലത്തെ കൈയാണ്. അപ്പൊ അത് ശരിക്കും ഒരു വലിയ ഫാക്ടർ ആയിരിക്കും. ഈ കപ്പ് നേടുന്ന ടീം, ഏത് ടീമായാലും അത് അത്രയും നല്ല ഗോൾ കീപ്പർ വേണം. ഈ 2022 കൂട്ടുമായിരുന്നു മാൻ ഓഫ് ദ മാച്ച് ലിവർപൂളിനെതിരെ റിയൽ മാഡ്രിഡിന് വേണ്ടി. ഒരിക്കൽ ലിവർപൂൾ ജയിച്ച കൊല്ലം അവർ ജയിച്ചത് ആലിസൺ ഗ്രൂപ്പ് സ്റ്റേജിൽ നാപ്പോളിയുടെ എതിരെ അവസാന മിനിറ്റുകളിൽ ഒരു സേവ് ആയിരുന്നു. അതേപോലെ അത്ലറ്റിക്കോ ഫൈനലിൽ 2 തവണ എത്തിയത് യാൻ ഓബ്ലാക്കുകാരന്. ഇങ്ങനത്തെ ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. ഈ PSG-യുടെ കൂടെ തന്നെയാണ് ദിലീപ് നിൽക്കുക അറിയാം. എന്നാലും ഈ വരാൻ പോകുന്ന സെമി ഫൈനൽ, ഇപ്പം ബാഴ്സലോണ, ഇന്റർ മിലാൻ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ PSG, അപ്പോൾ ആ ഇതിനകത്ത് ഇപ്പം പ്രവചിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ദിലീപിന്റെ ഒരു PSG-യുടെ ഭാഗത്ത് തന്നെയാണോ? PSG ആർസണൽ വളരെ ടൈറ്റ് ആയിരിക്കും. അതായത് ആദ്യത്തെ കളി ലണ്ടനിൽ വെച്ചിട്ടാണ്. അത് ആർസണലിന് ഒരു 2 ഗോളിൽ അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഗോളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ PSG ജയിക്കുന്നതാണ് ഞാൻ പറയുക. മറ്റേത് സാധാരണഗതിയിൽ ബാഴ്സലോണ ജയിക്കേണ്ടതാണ്. പക്ഷെ ബാഴ്സലോണ വളരെ ഹൈ ഓഫ് സൈഡ് ലൈനാണ് കളിക്കേണ്ടത്, സെന്റർ സർക്കിളിന്റെ അടുത്തായിട്ട്. അവിടെ മാർട്ടിനസിന്റെ പേസും ശക്തി ഉള്ളത് കാരണം ഇന്റർ ഉറപ്പായിട്ടും ആ ഡിമാർക്കോ റൈറ്റിൽ നിന്നും ഇവിടുന്ന് കാർലോസ് അഗൂസ്റ്റോ ലെഫ്റ്റിൽ നിന്ന് ലോങ് ബോൾ കൊടുക്കും. അതിന്റെ പുറകെ മാർട്ടിനസ് ഓടും. കൗണ്ടർ അറ്റാക്കിൽ ഇന്റർ ഗോൾ അടിക്കാൻ നല്ല സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ബാഴ്സലോണന്നേ പറയുള്ളൂ. പക്ഷെ അതിൽ ഒരു അപ്സെറ്റ് ആണെങ്കിൽ ഞെട്ടിക്കലായിരിക്കില്ല.